നീലചന്ദ്ര രീം രീം ജൂം സന്നാന നീലചന്ദ്ര രീം രീം ജൂം സന്നാന നീലചന്ദ്ര രീം രീം ജൂം സന്നാന. ദോഷം പറയരുതല്ലോ ഭഗവാനെ. ജാതകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബന്ധുബലം. രാമചന്ദ്ര രീം രീം ജൂം സന്നാന രാമചന്ദ്ര രീം രീം ജൂം സന്നാന. രാമചന്ദ്ര രീം രീം ജൂം സന്നാന. ഭാമേ, 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 എന്തിനാ കിടന്ന് തൊള്ള തുറക്കുന്നത്? ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. കുറെ കാലമല്ല ഇതിട്ട് തിരിക്കാൻ തുടങ്ങിയിട്ട്. ഈ കൈക്കിട്ട് പിടിക്കുന്ന പിടിയെ ആ പരട്ട പാട്ടുകാരന്റെ പെടലിക്ക് പോയി പിടിക്കാൻ. ഭാമേ, ഓ കൂമ. ഇന്ന് പിന്നെ ഇവിടുന്ന് ഇറക്കിയിട്ട് വേറെ കാര്യമുള്ളൂ. നീലചന്ദ്ര രീം രീം നീലചന്ദ്ര രീം രീം ജൂം സന്നാന. ജൂം സന്നാന. നിർത്തി പാടൂ കുട്ടികളെ, എങ്കിലല്ലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റൂല്ലേ? പിന്നെ രാമചന്ദ്ര നീലചന്ദ്ര രീം രീം ജൂം സന്നാന നീലചന്ദ്ര രീം രീം ജൂം സന്നാന നീലചന്ദ്ര രീം രീം ജൂം സന്നാന. നീലചന്ദ്ര. ഒരുമാതിരി മറ്റേപടി കാണിക്കരുത്. റേഡിയോ ഓഫ് ചെയ്തു. സംഗീതം എന്ന് വെച്ചാൽ എന്താ? എന്താ അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നികുംഭിലയാണ്. നികുംബില് ജ്ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള എരപ്പരോട് പരപ്പരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സംഗീതം എന്ന് വെച്ചാൽ എന്ന് വെച്ചാ ഒലക്കേടെ മൂട്. ഈ സംഗീതം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കില് അത് വെറും പൂങ്കിരാവാ. അയ്യോ, പാട്ട് പോയിട്ട് അണുബോംബ് പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ ഇവിടുന്ന് പറഞ്ഞു പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അജ്ഞാനശീല. ഇത്തിക്കണ്ണുകൾ ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാടാ. നസ്രാണെന്ന് അറിയാം. ജാതി പിടിച്ച് കളിക്കണം. സംഗീതം വേറെ തമ്മിലടി പറ. എന്റെ സംഗീത സിദ്ധിയുടെ ആഴവും പരപ്പും കണ്ടറിഞ്ഞാണ് സുമി എന്റെ ജീവിതം പങ്കിടാൻ തയ്യാറായത്. അല്ലേ സുമി? കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇത് ഇവിടെ നടക്കില്ല. കൂട്ടോട് മാമ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. തീരെ പറ്റാത്തവർക്ക് വീട് മാറി പോവാം. അതോർത്ത് എന്റെ സുമംഗലാദേവി വിഷമിക്കണ്ട. മാറിത്തരാം, ഇപ്പൊ തന്നെ മാറിത്തരാം. അതെ, അന്ന് എനിക്ക് പറഞ്ഞുറപ്പിച്ച 1001 രൂപ ശ്രീധനം ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടി 20,000-ന് മേലായിട്ടുണ്ട്. കൃത്യമായ കണക്കൂട്ടല്ലോ. ഉണ്ട്, അത് ഈ കണക്കുണ്ട്. വീടിന്റെ ഷെയർ എന്നതൊക്കെ ഞങ്ങൾ ഇറക്കോളാം. അയ്യടി വനമേ. അയ്യേ, വനമേ, എന്തേന്ന് വനമേ? പോടാ അവിടുന്ന്. ഏയ്, പോടി അവിടുന്ന്. നീ അങ്ങോട്ട് മാറി നിൽക്കടി. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഇപ്പോഴല്ല, ഇവിടെ കുറച്ചു നാളായിട്ട് എന്താ പ്രശ്നം അല്ലാത്തത്? നിങ്ങൾ എന്ത് ഭാവിച്ചാ ഇങ്ങനെ? എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുക. ഞാനും ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നല്ല രണ്ടായിട്ട് പറയും. സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ കൊലപാതകിയാക്കി മാറ്റുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. അങ്ങനാണെങ്കിൽ ആ പാതകി ഞാനായിരിക്കും. ലാളിച്ച് ഓമനിച്ച് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് സ്വന്തം ജാതിയും മതവും മറന്ന് ഞാനൊരു മിശ്രവാദിച്ച് തയ്യാറായത് എന്തിനാണെന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? കാശ് മുടക്കില്ലാതെ 4 നേരം മൂക്കുമുട്ട ഞണ്ണ. അതെ. ഞാൻ 6 നേരം ഞണ്ണുന്നുണ്ടല്ലോ. ഭാര്യ വീട്ടിൽ വന്ന് അട്ടിപ്പേറ് കിടന്നിട്ട് പറയുന്നതോ കൊമ്പത്ത പുള്ളിയാണെന്ന്. അലമ്പലമ്പ് കേസ്. അപ്പൊ നീ ആരാ? ഭാര്യ വീട്ടിൽ തന്നെയല്ലേ നീയും പൊറുക്കുന്നത്? ആദ്യം നിങ്ങൾ പോ, പിന്നെ ഞങ്ങള് പോ. സുമി, അത് വേണ്ട, നിങ്ങൾ ആരും പോകില്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ലേ എല്ലാത്തിനും ഞാൻ പിടിച്ചു പുറത്താക്കും. അളിയൻ പറ, ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റ്? എന്റെ ഈ സംഗീതം ഈ കുരുന്നു മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? നിർത്തി. ആദ്യം ഈ കുരുന്നു മനസ്സുകളൊക്കെ വെളിപ്പോ. അപ്പൊ പോ, നിങ്ങളൊക്കെ പോ, പോ. അളിയാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓഫാക്കി ഓണാക്ക്. കൈമാറ്റി. തെറ്റ് ചെയ്തത് ഞാനാ. എന്റെ പെങ്ങന്മാരെ നിങ്ങൾക്ക് രണ്ടാൾക്കും കെട്ടിച്ചെന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ചെകുത്താനും കടലിനും നടുവിലൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. അശോക, ഓ, അടുത്ത കുരിശ് വന്നിട്ടുണ്ട്. മോനെ അശോക. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത് പെൺകുട്ടിയുടെ ഇത് പെണ്ണിന്റെ ഞാൻ എൽ ലാലിച്ചൻ പെരുവഴിയിൽ ഇളയ മരുമകന ഗാനകലാരത്നം. വരുന്ന വഴിക്ക് ബോർഡ് കണ്ടില്ലായിരുന്നോ? ഇനിയൊരു മുരുകനില്ലേ? ഓ, മണക്കൂസൻ. ഗിരിജകത്ത് വയ്ക്കോളൂ. പയ്യൻ എന്ത് ചെയ്യുന്നു? മുനിസിപ്പാലിറ്റിയിൽ ടൈപ്പ് റൈറ്ററാ. ടൈപ്പ് റൈറ്റർ, ടൈപ്പിസ്റ്റാ. ഒരു ടൈപ്പിസ്റ്റ് ഇപ്പൊ എന്ത് ശമ്പളം കിട്ടും? അതൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. അടിയുടെ സ്പീഡ് അനുസരിച്ച് ശമ്പളവും കൂടും. അടി ചായ കുടിച്ചു. ഇളയ കുട്ടിയാവുമ്പോ തറവാട് കുട്ടിക്കായിരിക്കുമല്ലോ. പിന്നെ ലോകമേ തറവാടെന്നല്ലയോ? ടൈപ്പനിയാ. ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല.
കാരണം ഞങ്ങൾ അളിയന്മാര് തമ്മിൽ അത്ര രമ്യതയിലാണ്. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം. കാര്യത്തിലേക്ക് കടക്കാൻ എന്തിനാ മുഹൂർത്തം നോക്കുന്നത്? അങ്ങ് കടന്നാ പോലെ. മാത്രമുള്ള ആളൊരു വിദ്യ. ലേറ്റാക്കാതെ ലഡു ഒഴുക്കി കൃഷ്ണനായരെ. ഇതിന് പ്രതികാരം ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. എന്താ മാറി നിൽക്കണോ ചൂര്? ഈ കല്യാണവും നിന്റെ അളിയന്മാരും മുടക്കിയടാ മോനെ. ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. നിശ്ചയത്തീയതിയും പറഞ്ഞുറപ്പിച്ച് കാറിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടരെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത്. ഈ എലുമ്പം കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നല്ലേ? ഈ പന്ന പാട്ടുകാരനാണല്ലേ ഈ കല്യാണം മുടക്കിയത്. അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നേല് ആൾക്കാരെടുത്ത് കിടത്തിയിരിക്കുന്നു, ചുറ്റും ആൾക്കാർ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയവൻ ആരായിരുന്നാലും ഞാൻ അവനെ തട്ടും. എന്നിട്ടേ ഞാൻ ഇനി ഉറങ്ങൂ. തട്ടും ഞാൻ. ഇപ്പൊ തട്ടണ്ടവനെ ഞാൻ ക്ഷമിച്ചു. ഉര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാനിവിടെ ചോര വിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ. നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ? ഈ ചേട്ടൻ ഗതി കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അഭിനയിക്കൂടാ, നീ അഭിനയിക്കും. അനുഭവിക്കും. എനിക്കിപ്പോ അറിയണം ആരാ ഈ കല്യാണം കലക്കിയത്. അളിയന്റെ കൂടെ ഞാനുണ്ട്. പറയളയാ. ഇങ്ങോട്ട് മാറി നിൽക്കണം. കല്യാണം കലക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ചു പറ. അവന്റെ തല ഞാൻ എടുക്കും. താൻ തല വടിക്കും. സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കിയിട്ട് മീശയും പിരിച്ച് കുറിയും വരച്ച് അടക്കുന്ന ചിലര്. വർത്താനം കേട്ടോ തോന്നുന്നു കല്യാണം മുടക്കിയത് ഞങ്ങളാണെന്ന്. മുടങ്ങിയത് മുടങ്ങി. ഇനി ഇവിടെ ഇത്തിരി സ്വൈര്യം വേണം. അളിയ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെറുക്കന്റെ വീട്ടിൽ പോവാം. ഇവന്റെ കള്ളക്കളി ഇന്ന് പുറത്താക്കാം. അതെ, രണ്ടാള് മാത്രമാക്കണ്ട, ഞാനും കൂടെ വരാം. ആരുടെ കള്ളത്തരമാണ് പുറത്താക്കുന്നത്? വേണോ അളിയ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവന്മാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കിനി വേണ്ട. ആ പടി ഇനി വാരിക്കുഴി അശോകൻ നായർ കടക്കില്ല. പിന്നൊരു കാര്യം, ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. സുമി, നീയും എന്നെ സംശയിക്കുകയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി മേലും കീഴും നോക്കണ്ട. അത് തന്നെ ചെയ്യാം. അത് വേണോ? വേണം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട്. നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത്. അവര് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പോച്ച് ചാടിക്കണം. അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാ ലിച്ചും കണ്ടിട്ടുണ്ട്. മുട്ടയെല്ലാം കൂടെ കുടിക്കണ്ട, മതി. ഞാനൊരു ഗുരുക്കളല്ലേ ഭാമേ? മസിൽ കൂടി കൂടി വരുന്നു. മതി മതി, ശക്തി നോക്കല്ലേ. അസലായിട്ടുണ്ട്. ഓതിരം, കടകൻ, ഊഴിക്കടകൻ, ആ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്താ? നീ ഇതിലൂടെ വിടരുത്. സുമി വിഷമിക്കാ, നിന്റെ കൂടെ ഞാനുണ്ട്. അശോക, നീ ഇതിന് ഇപ്പൊ സമാനം പറ. എന്താ ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കൃത ഭരിച്ചിരിക്കുന്നു. എപ്പോ? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3-നും 3:10 ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല,
ആരാ എടുത്തോന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായേ? എന്താ 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 ഉണ്ടായെന്നോ? ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല. മര്യാദക്ക് തീരെ തരുന്നതാണ് നല്ലത്. ആര് മോഷ്ടിച്ചെന്താ താൻ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, അവര് വന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, പോലീസിനെ വിളിക്കണ്ട. അതെന്താ പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് അന്വേഷിക്കട്ടെ. വരട്ടെ ഏട്ടാ, പോലീസ് ഒന്ന് 2 ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി? പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാന ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് ശോഭ നമുക്ക് വലുത്, അല്ലേ അമ്മേ? സമ്മതിക്കാതിരിക്കാൻ താനെന്താ ആഭ്യന്തരമന്ത്രിയോ? അളിയാ, വിളിക്കണ പോലീസിനെ. കൊണ്ട് ഞാൻ എടുപ്പിക്കാം. സുമി ഇങ്ങെടുക്ക്. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. എന്റെ പെട്ടി പരിശോധിക്കുന്നത് കൊള്ളാം. മുറിന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ 2 തല ഞാൻ കൊയ്യും. ബാമയെ മുറി തുറന്നു കൊടുക്ക്, അവള് പരിശോധിക്കട്ടെ. ആഹാ, അത്ര കൊള്ളില്ലല്ലോ. കുറെ നാളായി ഓരോ എന്നാ പിന്നെ നീ എടുക്കുന്ന ഒന്ന് കാണണം. ദൈവമേ, എന്റെ മാല കാണാനില്ല. ഞാൻ ഇവിടെ വച്ചിരുന്നത്. ആഹാ, അത് ശരി. നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കള്ളിയാക്കാൻ ചേട്ടാ, എന്റെ മാല കാണാനില്ലേ? വീണ്ടും ഒരു മോഷ്ടമോ? തൊണ്ടിയെടുത്ത തെണ്ടി ആര്? അയ്യോ, നിങ്ങളവനെ വെട്ടിയോ? ഇല്ല. ആഹാ, ഇത് എവിടെയായിരുന്നു? എന്താ ചേട്ടാ ഇത്? ഒരു സാരി. എന്തിനാ ഇപ്പൊ ഇതൊക്കെ? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ഉണ്ടായിക്കോട്ടെ. ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമില്ലാത്തവനെന്നല്ലേ നീ കരുതിയിരുന്നത്? എന്റെ സ്നേഹം മുഴുവൻ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു സുമി, ഒരു അവസരം വരാൻ. എനിക്ക് എന്റെ ചേട്ടനെ നന്നായിട്ട് അറിയാം. സുമി, നീ സാരി ഒന്ന് എടുത്തു വരൂ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം വല്ലയിടത്തും പോകുമ്പോ കൊടുത്താ പോരെ? അതുപോരാ, ഇപ്പൊ തന്നെ വേണം. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിനുള്ള അവസരം ഉണ്ടായില്ലെങ്കിലോ? ചേട്ടാ, ഇതാ മുല്ലപ്പൂ. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ നിന്റെ മാലയ്ക്ക് പകരം 25 ക്യാരറ്റിന്റെ കുനുകുന മുത്തുള്ള ഒരു മാലയും ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. അടിയിൽ ലാലിച്ചൻ എന്ന ലോക്കറ്റ് ഉള്ളത്. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ലോക്കറ്റിന്റെ കാര്യം അല്ല, മാലയുടെ കാര്യം. അതെന്താ സുമി നീ അത് ഇത്ര വേഗം മറന്നുളഞ്ഞ്? അത് മുക്കുപണ്ടാണ് ചേട്ടാ. കരയല്ലേ സുമി. ഭർത്താവ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഭാര്യ സന്തോഷത്തോടു കൂടി വേണ്ടേ യാത്ര അയക്കാൻ. എന്നാലും ചേട്ടൻ ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയല്ലോ. മനുഷ്യൻ സാഹചര്യത്തിനടിമയല്ലേ സുമി. പെട്ടിയെടുക്കട്ടെ. കണ്ണോടയ്ക്ക്. ആത്മസംയമനം പാലിക്കൂ സുമി. ദിവസവും 2 നേരം ഞാൻ നിനക്ക് കത്തെഴുതും. എന്താ അളിയാ, അളിയൻ എന്താ ഇത്ര പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ലളിയ, ആവില്ല. അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എൻ്റെ ഒരേ ഒരു അമ്മാവൻ. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എൻ്റെ ഏട്ടൻ എൻ്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ചിരിക്കില്ലേ ചേട്ടാ? നല്ല ചന്ത തൃപ്തിയായി. ലാലുട്ടി, പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കണം. നീലചന്ദ്രീം ജൂം സന്നാന അമ്മേ, നീലചന്ദ്രീം ജൂം സന്നാന
നീലചന്ദ്രനീം ജൂം സന്നാന ജൂം സന്നാന എന്റെ നീലചന്ദ്രനീ. അയ്യോ എന്നെ പൊക്കി. അളിയോ അളിയത് എവിടെ പോന്നു? ലോസികാരത്തെ ആള് വന്നിരിക്കുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അളിയോ അളിയ നിന്നേ. എന്താ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ലേ? എന്തിനാ നിങ്ങളെ തല്ലുന്നത്? എനിക്കറിയോ, അവരോട് ചോദിക്കണം. അയ്യോ, എന്നെ കൊല്ലുന്നേ. ഞാനാ നിലവിളിക്കാതെ. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ഈ താലിയുടെ അല്ലെ ഈ കല്ലിന്റെ മാറ്റം തുറച്ചു നോക്കായിരുന്നു. ഈ കല്ല് മുക്കാണോ? വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ? അയ്യോ, എനിക്ക് വിശ്വാസമില്ലാത്തല്ല ഭാമേ. പോലീസുകാർക്ക് വിശ്വാസമില്ലാതെ അയലോ ഒന്ന് പേടിച്ചിട്ടാ. അനിയന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അയ്യോ ലൈറ്റ് പിടിച്ചു പിടിച്ചു. അയ്യോ അയ്യോ എന്നെ കൊല്ലേ. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായിട്ട് തന്നെ തന്നത്. തലേക്കൂടെ മുണ്ടിട്ട് ആളറിയത്തില്ലെന്ന് വിചാരിച്ചു. അത് മഴ കാരണമാണ്. കാരണമൊന്നും പറയണ്ട. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് വരെ ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. മാനവും മര്യാദക്ക് ജീവിക്കുന്നവരാ ഇവിടെ. മാനവും മര്യാദ ഇവിടെ ആർക്കാ മാനവും മര്യാദ ഉള്ളതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഡേറാഡൂണെന്ന് എപ്പ വന്നനിയാ? ചേട്ടാ, പാമ്പ് കടിച്ചോന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. എല്ലാത്തിനും ഈ തള്ള ഒരുത്തിയാണ് കാരണം. സ്ത്രീധനമായിട്ട് എനിക്ക് മുക്ക് കൊണ്ടുപോകണം വന്നല്ലേ? എന്റെ തള്ളയല്ല, ചേട്ടന്റെ തള്ളയെ തെറ്റുകാരി. കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ 10 പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞാൻ ആ മുക്കുകൊണ്ട വാങ്ങിയിട്ടത്. സുമി, എല്ലാം ചേട്ടനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. സുമി, ഇനി അധികകാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്കും വേണ്ടി കിട്ടി. എന്റെ സിംഫണിയും പൊട്ടി.